What's going on? Oh, that's Sabrish. I love how this mystery is getting built up. I'm sure a lot of unrelated things are going to happen now. ആ 4 ദിവസമായിട്ട് ഇമാരെല്ലാം തൂക്കി സ്റ്റേഷനിലേക്ക് നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്. ഇത്ര ഏട്ടാ എന്നിട്ടെന്താ എല്ലാവരും പാകത്താ. ആ കൂട്ടത്തിൽ ഇപ്പൊ എന്റെ അളിയനുണ്ട്. മുമ്പേ പറഞ്ഞ പെങ്ങടെ മോളുടെ അച്ഛനല്ലേ? Hey everyone, welcome to my channel guys, and in this video I will be watching the comedy sketch by Tariq, the latest one, which is called Terminator. So after watching the heavy series that was Portal, we have a 45-minute video. I'm very happy. So yeah, I don't want to delay this any further because any of this is going to be a long reaction. Let's watch Terminator right away. Oh, he lost quite some weight, huh? Krishna Chandra? Am I the only one noticing that? Oof. What's going on? Oh, that's Sabrish. Okay. എല്ലാത്തിൻ്റെ ഐ ഡി കാർഡ് ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി. റെഡി ആയിക്കോ, എന്ത് വന്നാലും മിസ്സാവരും. പിന്നെ അറിയാലോ, അളവിൽ കൂടുതൽ സാധനം എടുക്കുന്നവരെ നോട്ടും ചെയ്തണം. ഓക്കെ Okay. I love how this mystery is getting built up. I'm sure a lot of unrelated things are going to happen now. That's what I feel. എന്തായി? എന്നെ ആർക്കൊക്കെ മനസ്സിലായിരുന്നു. ഐ ഡി കാർഡൊക്കെ ചോദിച്ചു. ഈ മാസ്ക് ഇട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിലും നോക്കും സാധനം ഇവിടെ. എന്നാ അല്ലാണ്ട് അങ്ങോട്ട് മാറിക്കാം. ഇവിടുന്ന് ആരും ഇല്ല. ചേട്ടാ സാധനം എടുത്തോ. ഉണ്ണിക്കുട്ടാ, നിനക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ വല്ല സയൻസ് എക്സിബിഷന് വേണ്ടിയാണ് ഞാൻ കരുതിയത്. ഇതൊരുമാതിരി മറ്റടുത്ത ഹെൽപ്പായി പോയി. എടാ, ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലടാ. എന്നെ നീ ബിവറേജ് ക്യൂ നിർത്തിയത്. അയ്യോ, നിങ്ങളെ ഒന്നും ഇവിടെ ആർക്കും അറിയത്തില്ല, പേടിക്കണ്ട. എന്റെ കോളേജുള്ള പിള്ളേർക്ക് പോലും അറിയത്തില്ല. അപ്പോഴാ നിന്റെ കുപ്പി. ചേട്ടന് 10K ഫോളോവേഴ്സ് അല്ലേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമില്. അതിലാണെങ്കിൽ പകുതി ബോട്ടും. അതുകൊണ്ട് പറഞ്ഞു സോറി. ഞാനൊന്ന് UK പോട്ടറാ. അന്നേരത്തൊക്കെ എന്റെ കണ്ടന്റിന്റെ ക്വാളിറ്റി കൂടിക്കോളും. ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ നീ? ഈ ആർട്ട് ഫെസ്റ്റിന് കുപ്പി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റാഗ് ചെയ്തില്ലെന്നാ സീനിയേഴ്സ് തെണ്ടികൾ പറഞ്ഞേക്കുന്നത്. ചേട്ടാ സഹിക്കുന്നത്. ഞാനൊന്നുമില്ല, ഒരാണല്ലേ. ആന്തടാ, ബാക്കി സീനിയേഴ്സ് എല്ലാവരും പെണ്ണുങ്ങളാ. അതെ, അവരെ സഹിക്കാനാ പാട്. മിർച്ചി ഗേൾസ് കണക്കായി പോയി. ചേട്ടാ. So this parallel storyline is going on, and obviously chaos is going to happen. അതെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇനി എന്ത് കാര്യം? ചേട്ടന്റെ കോളേജിലോട്ട് എന്നെ മാറ്റുന്ന കാര്യം. എനിക്കിവിടെ സഹിക്കാൻ വയ്യ. ഉണ്ണിക്കുട്ടാ, നിന്റെ അപ്പനോട് കാര്യങ്ങൾ പറയേണ്ട നീയാ, ഞാനല്ല. ഞാൻ പറഞ്ഞ ആള് കേൾക്കാൻ പോകുന്നില്ല. ഇവിടെ നിന്നോട് ആര് പറഞ്ഞു ഈ പൊട്ട കോളേജിൽ ചെന്ന് തരാൻ? ഈ മലയും കുന്നൊക്കെ കണ്ടു വന്നതല്ലേ, ഞാൻ അറിഞ്ഞു. അടുത്ത ആഴ്ച ഞാൻ UK പോകണമെന്ന് അറിയാലോ. അതിന് മുന്നേ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നീ വീട്ടിൽ പറയടാ. പറച്ചിലൊക്കെ നടക്കുന്നുണ്ട്, സമ്മതിക്കണ്ടേ? ചേട്ടൻ പറഞ്ഞാൽ സമ്മതിക്കും. നിങ്ങൾ ഒന്നുമില്ലേ, ഒരു ഇൻഫ്ലുവൻസർ അല്ലേ, ഒന്ന് ഇൻഫ്ലുവൻസ്. അയ്യോ, എനിക്ക് 10K അല്ലേ ഉള്ളൂ. അതിൽ 5K ബോട്ടും. അതിൽ ഒരു ബോട്ടാ നിന്റെ അപ്പൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പോകുന്നില്ല. എന്നാ പിടി. He's just not able to give him ചേട്ടാ പ്ലീസ്. the bottle. ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലേ. പറഞ്ഞു നോക്കാം, വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട. I am just wondering how why he's not given the bottle. Like he was so willing to get rid of it, but he still has it, huh? പിന്നെ
ഇനി ഇമാതിരി ഹെൽപ്പ് എന്നും പറഞ്ഞ് See, he's still not given it. മേലെ എന്നെ വിളിച്ചേക്കും. Oh, the all new Terminator. That's the. Oh, so the bottle is. The Daru bottle is the character. It's the main character. എന്നാ, Finally given. ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ വീട്ടിൽ പോവാ. നിന്നെ വേണേ ആ കോളേജിലേക്ക് വിട്ടേക്കാം. ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറി യൂണിഫോം ഇട്ടിട്ടെ നിക്ക്. ആ ഞാൻ വണ്ടിയുടെ കൂടെ കാണും. ഇതവിടെ ക്യൂയിൽ നിന്ന ചേട്ടനല്ലേ അടിച്ച് ഫിറ്റായിട്ട് കിടക്കണം. പിറ്റാതല്ലടോ, അതുകൊണ്ട് ബോധം പോയതാ. ഒന്ന് പിടിച്ചേ. എന്താ പറ്റി? അയ്യോ മെമ്പർ അല്ലേ, എന്താ പറ്റിയതാ? എടാ ഒരു വണ്ടി നിറയെ ആൾ വന്നിട്ട് പുള്ളിനെ തല്ലി വെച്ച് പോയി. ആര്? ഒച്ചയും ബോളം കേട്ട് ഞാൻ എത്തിയപ്പോഴേക്കും അവന്മാർ വിട്ടു വന്നു. ഇത് വേറെ ആരാ? ആ ഷൺമുഖന്റെ ആൾക്കാരായിരിക്കും. താനെ അങ്ങോട്ട് പോകും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എന്റെ ഗ്യാസിന്റെ ഗുളിക എടുത്ത് പോയി. വായു ഗുളികാന്റെ എടാ പ്രവീനെ, എടാ നിന്റെ വണ്ടിയിൽ ലോട്ടറിയൊക്കെ ഞാൻ എന്റെ കടയിലിട്ട് വിറ്റോളാന്ന്. നീ വണ്ടിയുടെ ഇവരുടെ താഴെ വീണ കുപ്പി എന്ത് ചെയ്യും? അതാണോ ഇപ്പൊ ഇവിടത്തെ പ്രശ്നം? അതെ, അതെന്റെ കയ്യിലുണ്ട്, കടയിൽ ചെന്ന് കഴിക്കാം. അതെ, മെമ്പർക്ക് ബോധം വന്ന് എന്നോട് ചോദിക്കുക കുപ്പിയോടെന്ന്. ഞാൻ കൊടുത്തു. പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ. See, I told you the Terminator Daru bottle is the main character. സമാനമല്ല. എവിടെ പോണ്? സ്റ്റേഷനിൽ പോയി വിവരം പറയണ്ടേ? പോയി പറഞ്ഞാൽ മതി. എന്താ പ്രശ്നം? പുള്ളി തല ഇറങ്ങി വല്ല വീണാണോ? പുള്ളിയുടെ തലയടിച്ചാരോ പിരിച്ച തല്ലിയോസായിരുന്നു. ആരാ തല്ലിയെന്ന് വല്ലതും കണ്ടായിരുന്നു? ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നപ്പോഴേക്ക് ഇടിച്ചവന്മാര് ജീപ്പ് എടുത്ത് വിട്ടുകളഞ്ഞു. ഒരു കറുത്ത ജീപ്പാണോ? അതെ. ബാക്കിൽ കൂടെ അവർ പാഞ്ഞു പോകുന്നുണ്ട്. ആണോ? വണ്ടി നമ്പർ വല്ലതും ശ്രദ്ധിച്ചായിരുന്നു? അയ്യോ ഇല്ല. എന്നാലും പോക്കൃത്തരമായിപ്പോയി. പാവം മനുഷ്യൻ. പുള്ളി ഇവിടുത്തെ മെമ്പർ ആണല്ലേ? അപ്പൊ വല്ല രാഷ്ട്രീയ പ്രശ്നമായിരിക്കും. ആയിരിക്കും. ഇവിടെ നീയൊക്കെ ഏതരാ? ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നമില്ല. ഇവിടെ ആകെയുള്ള ഒരു പ്രശ്നം ആ ബിവറേജ് ആണ്. അത് കുറെ പേര് പൂട്ടിക്കാൻ നോക്കുന്നു, കുറെ പേര് പൂട്ടിക്കാൻ നോക്കുന്നു. പോലീസ്, കേസ്, കോളേജ്, പിള്ളേര്, പോരാത്തന്നെ ഒരു ചന്മുഖനും. സമാധാനമായിട്ടൊന്നും നടക്കണേ 2 അടിക്കണം ഷെയർ ഇടുന്ന. എന്താ? അല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടോന്ന് ചോദിച്ചാ. ഞാനെന്തിനാ വരുന്നത്? ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ അവിടെ സ്കേർട്ട് പഠിക്കാൻ വന്നേ. അപ്പൊ നിങ്ങൾ ആരും എടുത്ത് ഓട്ടോ കയറ്റി വിടുന്നുണ്ട്? ആ ഞാനും ഇവിടുത്തെ കോളേജ് വരെ വന്നേ. ചേട്ടനല്ലേ ഇവിടുത്തെ നാട്ടുകാരൻ, ചേട്ടൻ പോയാൽ മതി. ഞാനും ഒന്നും കണ്ടിട്ടില്ലല്ലോ. ചേടാ, ഇവിടെ ഒരു മനുഷ്യൻ പോയിട്ട് ഒരു ഈച്ച പോലും ഇല്ലേ? ആരും ഒന്നും കണ്ടില്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞേ. അമ്മാതിരി പ്ലാനായിരുന്നു. എന്ത് പ്ലാന്? അല്ല, അവന്മാരുടെ അമ്മാതിരി പ്ലാൻ അല്ലായിരുന്നു. കഷ്ടമായി പോയി. എന്തായാലും ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്ന് പോയി പറഞ്ഞിട്ട് വരാം. ചേട്ടാ, തല്ലിയന്മാരെ അറിയില്ല, വണ്ടി നമ്പരും അറിയില്ല. ഇത് രണ്ടും അറിയാൻ സ്റ്റേഷനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വാദി പ്രതിയാവും. എനിക്ക് അനുഭവം ഉണ്ട്. പിന്നെ കൊട്ടേഷൻ ആണെന്നല്ലേ പറഞ്ഞു. ചേട്ടൻ രാത്രി കടയും പൂട്ടി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇതേപോലെ അടിയുണ്ട് ചുരുണ്ട് കിടക്കേണ്ടി വരും. അത് വേണോ? ബിവറേജ് ഗുണ്ടകള് അടി ഇടി. എന്നാലും ഇന്നത്തെ ദിവസം കൊള്ളാം. എന്തായിരുന്നു അവിടെ? പറയാം, എന്നാ പിടി. എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അതെ ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. What? ഇനിയും പ്രശ്നമാണ്. എന്ത് പടാ? It got stolen. Camera. There's CCTV. There's a CCTV. CCTV-യാ? ആ, മൊത്തം കിട്ടിക്കാണോ? ഏറെക്കുറെ അല്ല. ഓ, നീ എന്തിനാടാ എന്നെ ആ ക്യാമറയുടെ മുന്നിലേക്ക് വലിച്ചോണ്ട് പോയത്? നിങ്ങളല്ല എന്നെ പിടിച്ചോണ്ട് പോയത്. എന്തിനാ പേടിക്കുന്നേ? അതൊന്നും ആരും എടുത്ത് നോക്കാൻ പോകുന്നില്ലെന്നേ. 2 മാസം കഴിയുമ്പോഴത്തേക്ക് ക്ലൗഡിൽ നിന്നൊക്കെ പൊക്കോളും. പോലീസിന്റെ കയ്യിലെങ്ങനെ പെട്ടാലോ? പോലീസാ? ചേട്ടൻ രാത്രി കടയും പൂട്ടി വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇതേപോലെ അടിയുണ്ട് റോഡിൽ ചുരുണ്ട് കിടക്കേണ്ടി വരും. അത് വേണോ? ചേട്ടാ, ദേണ്ട ഒരു CCTV ക്യാമറ. വന്നവന്മാരും തല്ലിയവന്മാരും വണ്ടി നമ്പറും എല്ലാം അതിൽ പതിഞ്ഞാണ്. അയ്യോ, ഇത്ര നേരം ഞാൻ ഇവിടെ നിന്നിട്ട് ഇത് കണ്ടില്ലല്ലോ. അല്ല, ഇത്ര നേരം നമ്മളിവിടെ നിന്നിട്ട് കണ്ടില്ലല്ലോ. ചേട്ടൻ ഇനി സാക്ഷി പറയാനൊന്നും പോണ്ട. പോലീസുകാരെ വിളിച്ചാൽ ഇത് കാണിച്ചാൽ മതി. ബാക്കി കാര്യം അവര് നോക്കിയോളൂ. പോലീസ് വരുന്ന ഉറപ്പാണോ? ഉറപ്പാ. അതിന് ഫ്രണ്ടിലത്തെ ഫുട്ടേജ് അല്ലേ അവർക്ക് വേണ്ടത്. ബാക്കി നോക്കത്തൊന്നുമില്ല. This is what I love about character sketches. Like just the building up of the chaos, and in the end, it's just so freaking chaotic. I love that. Okay, now I'm really intrigued how this ends. അവന്മാര് വണ്ടി എടുത്തോണ്ട് ബാക്കി കൂടെ അല്ലേ പോയത്. ആ ഫുട്ടേജ് അങ്ങനെ ചെക്ക് ചെയ്താൽ നമ്മളും അതിൽ പെടും. നിങ്ങൾ രാവിലെ തന്നെ പണി വാങ്ങിക്കാൻ വേണ്ടിയാണോ നാട്ടിൽ നിന്ന് വണ്ടി പിടിച്ചു വന്നത്? വിളിക്കാൻ പോയേക്കുന്നു. ഒരുത്തനെ അവിടെ തല്ലിക്കൂട്ടി താഴെ ഇട്ടേക്കുന്നത് കണ്ട് ചെന്ന് സഹായിച്ചു. ഇത് ഇത്രയും വലിയ കുരിശാവും ഞാൻ അറിഞ്ഞ. ആ വീഡിയോ എങ്ങാണോ അവന്മാര് ലീക്കായ എന്റെ ഫേസ് ഉള്ളതുകൊണ്ട് അത് വൈറലാവും.
നാണം കെടും, പിന്നെ നാട്ടുകാരെല്ലാം കൂടെ എന്റെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കും. ഇങ്ങനെ ഓവർത്തിങ്ക് ചെയ്യാതെ പോലീസിലേക്ക് കിട്ടി ആദ്യം നമ്മളെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റാ? ആ ബസ്സിലേട്ടൊന്നും ബിവറേജിൽ നിന്ന് എനിക്ക് ലൈം ജ്യൂസാ വാങ്ങിച്ചു തന്നെന്ന്. എന്റെ യൂണിഫോം വരെ കിട്ടിയിട്ടുണ്ട്. ഇതങ്ങനെ അന്വേഷിച്ച് കോളേജ് വരുമെന്ന് എന്റെ പേടി. അങ്ങനെ വന്നാൽ തീർന്ന്. നീ ഇങ്ങനെ ഓവർത്തിങ്ക് ചെയ്യാറാ? എടാ, അടുത്ത ആഴ്ച എനിക്ക് UK പോകാനുള്ള കേസും മക്കടമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ പോക്കങ്ങ് മുടങ്ങും. ചേട്ടാ പോലീസാണ്. As the police? വിളിക്കുന്നു. നിന്നെ അല്ല, നിന്നെ. വാടാ. എടാ, നീ ആ കോളേജിൽ പഠിക്കുന്നതല്ലേ? എന്താ കിടന്ന് നടക്കുന്നത്? അത് സാറേ ഒരു ചായ കുപ്പി എടുക്കാൻ വന്നതല്ലേ? എന്താ സാറേ പ്രശ്നം? നീ ഏതാ? ഞാനും എൻ്റെ ചേട്ടനാ, കസിന ചിറ്റപ്പൻ്റെ മോനാ. എടാ, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹെൽമെറ്റിൽ മാല. അയ്യോ, ഞാൻ മോലെ മുട്ടിക്കറൊന്നുമില്ല. റീൽസിലൊക്കെ ഉള്ള മറ്റേ ഹെൽമെറ്റിൽ വൈപ്പറൊക്കെ വെക്കണേ, കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ മോട്ടർ. മിഡിൽ ക്ലാസ് ടെക്കി. ആ, പേരൊന്നും എനിക്കറിയത്തില്ല. സാറ് കാണാറുണ്ടല്ലേ? ആ, ഇടയ്ക്ക് കാണാറുണ്ട്. എൻ്റെ പെങ്ങളുടെ മോളെത്തിയുണ്ട്. അവളിങ്ങനെ ഇടയ്ക്ക് തുരുതുര റീൽസ് അയച്ചു തരും. അതിനിടെ 2 കൊണ്ടേ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, നല്ല പരിപാടിയാണ്. കാഞ്ഞ ബുദ്ധിയാ. എന്താ ഇവിടെ? ഇവൻ്റെ കോളേജ് വരെ വന്നേ. അപ്പോൾ വിചാരിച്ച് ചേട്ടനെ കൊണ്ടൊരു ചായ മേടിച്ചു കുടിക്കാം. ഒരു ചായ കുടിക്കാം. എൻ്റെ നാട്ടിൽ വേണ്ട, നിന്റെ ഒരു ചായ മേടിച്ചു കുടിച്ചു. What a friendly officer! വാടാ. ആ, നിന്റെ ആ പൊട്ടുവീട്ടിൽ റോക്കറ്റ് വിടുന്ന പരിപാടി ഇല്ലേ, അത് ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. എന്നിട്ട് ആ, വീട്ടിൽ ഫുൾ അപ്പോൾ അതേ. പിന്നെ ഇതാണ് ഒരു പെറുപിറക്കം. അല്ല സാറേ, ആദ്യം സാറിനെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറയാമായിരുന്നു. അതേ എൻ്റെ യൂണിഫോം കണ്ടിട്ടാ. ഈ പിള്ളേരെ കൊണ്ടൊക്കെ വലിയ ശല്യം വന്നേ. ഞാൻ മേജ് വല്ല കുപ്പി എടുക്കാൻ വന്നായിരിക്കുന്നു. അതെന്താ സാറേ അങ്ങനെ ഒരു സംസാരം? എന്ത്? അല്ല, ഈ യൂണിഫോം ഇട്ടോണ്ട് ബിവറേജിൽ പോയി ആര് കുപ്പി കൊടുക്കാൻ ഇവന്? ഈടാ, ഈ കോളേജിലെ പിള്ളേർക്ക് ബ്ലാക്കിൽ മദ്യം എടുത്ത് കൊടുക്കുക ഈ നാട്ടിൽ എന്തോരം തണ്ടി ഉണ്ടെന്നറിയോ? ആ, 4 ദിവസമായിട്ട് ഇമാരെല്ലാം തൂക്കി സ്റ്റേഷനിലേക്ക് നല്ല ഇടി അടിച്ചിട്ടുണ്ട്. ഇത്ര ഏട്ടാ? എന്നിട്ടെന്താ, എല്ലാവരും ഇപ്പം അകത്താ. ആ കൂട്ടത്തിൽ ഇപ്പം എൻ്റെ അളിയനുണ്ട്. മുമ്പേ പറഞ്ഞ പെങ്ങടെ മോളുടെ അച്ഛനല്ലേ? പിന്നെ അല്ലാണ്ട് പോക്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അളിയനും മച്ചമ്മയൊന്നുമില്ല. 2 ഇടി കൂടുതൽ. Oh. He's the honest officer. കോളേജിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന്. എടാ, ശരിക്കും പക്ഷേ ഈ കോളേജിന്റെ പിള്ളേരിടൊന്നും അല്ല, ഇതിന്റെയൊക്കെ പറയാ വലിയ കളികളാ. എടാ, ഈ ബിവറേജ് ഇവിടെ വരുന്നതിന് മുന്നേ ഈ നാട്ടിലെ തണ്ടെല്ലാം പോയി കുടിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ഒരു ഷൺമുഖന്റെ ബാറില്ല. പഞ്ചായത്ത് മെമ്പർ ബിവറേജ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ബാറിലെ കച്ചവടം അങ്ങ് കൂട്ടി. ഈ ഷൺമുഖന്റെ 7 കുഴികൾ തന്നെയാണ് ഈ കോളേജിലെ പിള്ളേർക്ക് ബ്ലാക്കിൽ കാണിച്ചു കൊടുക്കുന്നത്. എന്തിന്? എടാ, ഈ പിള്ളേർ ഈ നാട്ടിൽ കിടന്ന് കുടിച്ച് കൂത്താടി കഴിഞ്ഞാൽ നാട്ടിലെല്ലാം കൂടെ ബിവറേജ് പൊട്ടിക്കത്തില്ലേ? അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ എന്തോ ചെയ്ത് ഇതെല്ലാം കൂടെ വെച്ച് നാട്ടുകാർ ഒപ്പം മേടിച്ച് ഷൺമുഖനെതിരെ കാട്ടുന്നതിന്റെ പരാതിയും കൊടുത്തു. അതിപ്പോൾ ഞങ്ങൾക്കും വലിയ വിനയായിട്ടിരിക്കുക. എന്താടാ? അല്ല സാറ് കോളേജിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവന് ഒരു പേടി. എടാ, ഒരു കോളേജ് ചെയ്യുന്നതിന് മുന്നേ മിനിമം ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? ഒന്നുമില്ല, നിന്റെ ഭാവിയുടെ കാര്യമല്ലേ? ഞാൻ അല്ലെങ്കിലും കോളേജിൽ പറയാൻ പോവാ. നല്ല കാര്യം. എങ്ങോട്ടാ? ചേട്ടൻ പഠിച്ച കോളേജിലോട്ട്. നീ എവിടെ പഠിച്ചേ? ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ ചോദിക്കണം വെച്ചിരുന്നേ, നീ ഈ റീലാത്ത് ഈ കിടുതാപ്പൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടുന്നത് നിനക്ക് കൊടുക്കത്ത ബുദ്ധിയാണോടാ? നീ എന്തോ ഈ പഠിച്ചോക്കെ? AI ആൻഡ് മെഷീൻ ലേണിംഗ്. അത് ഡിഗ്രി? ഡിഗ്രി ഞാൻ ബിടെക് എടുത്തത്, കമ്പ്യൂട്ടർ സയൻസ്. ഇത് സ്പെഷ്യലൈസ് ചെയ്തേ. അല്ല, നീ ഇതൊക്കെ പഠിച്ച് ഈ റീലൊക്കെ ചെയ്യാന്നല്ലാണ്ട് നിനക്ക് ഭാവിയിൽ നല്ല ജോലി വല്ലതും കിട്ടുമോ? ഇത് UK എന്നൊക്കെ അക്രിഡേഷൻ ഉള്ള കോഴ്സാ. ചേട്ടൻ അടുത്ത ആഴ്ച UK പോവാ. നീയും ഇതിനാണോ പഠിക്കാൻ പോന്നെ? അല്ല, ഞാനിവിടെ BCom. അതുകൊണ്ടോ അവിടെ? BCom മാത്രമല്ല, ആർട്സ്, സയൻസ്, ഡിസൈൻ, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. പിന്നെ ACCA, NCC കൊണ്ടോ അവിടെ? NCC അല്ല, ACCA, CMA എന്നൊക്കെ പറയുന്ന ഈ പ്രൊഫഷണൽ കോഴ്സുകളാണ്. അതും കൂടെ ചെയ്യാം, കുറേ ഉണ്ട്. എല്ലാം പഠിച്ച് വെച്ചേക്കല്ലേ അങ്ങോട്ട് പോകാനായിട്ട്. ഞാൻ ഈ ചോദിച്ചെന്താ വെച്ചാൽ, എൻ്റെ ഒരു പെങ്ങളുടെ മോളില്ലേ, അവൾ +2 പഠിക്കുന്നത്. അടുത്തൊരു നല്ലൊരു കോളേജിൽ കൊണ്ട് ചേർക്കണം. അളിയനകത്താക്കിയ പിന്നെ ഉത്തരവാദിത്തം മൊത്തം എൻ്റെ തലയില്ല. അപ്പം ഞാൻ കൊണ്ട് ചേർത്താലോ? നല്ലതാണോ കോളേജ്? പിന്നെന്താ, ധൈര്യമായിട്ട് ചേർത്തു. ഇവിടെ UGCയുടെ ഗ്രേഡഡ് ഓട്ടോണമസ് സ്റ്റാറ്റസും NAC A++ അക്രിഡേഷനും ഒക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ ടോപ്പ് 100 യൂണിവേഴ്സിറ്റി പെടുന്നു. പിന്നെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ ക്യാമ്പസ് ഇവിടെ കൊച്ചിയിലായിരുന്നു, ഇൻഫോപാക്കിനകത്ത്. ഒരു മിനിറ്റ്. സാറേ, മെമ്പറെ തല്ലിയോ? എവിടെ? ഞാൻ ഈ ഏരിയയിലുണ്ടല്ലോ. ഒരു കുഞ്ഞുമല്ലോ ഇവിടെ. ഹോസ്പിറ്റലാ? മൊഴിയെടുക്കാനാ? സാറേ, ഞാൻ ഇന്നലെ ഒരു ഹാഫ് ഡേ ലീവ് വെച്ചില്ലായിരുന്നു സാറേ. ഞാൻ സാറിനോട് പറയാം. ശരി, താങ്ക് യു സാറേ. എടാ, ഞാനേ വിട്ടേക്കോ. ശരി എന്നാ, എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ.
നിനക്ക് ഇത്ര നാളായിട്ട് ഷൺമുഖനും ബ്ലാക്കും കുപ്പിയും ഒന്നും അറിയത്തില്ലായിരുന്നാ? ഇന്ന് നിന്റെ കോളേജിൽ ആർട്ട് ഫെസ്റ്റ് അല്ലേ? നിന്റെയൊക്കെ സീനിയേഴ്സിന് തൊണ്ട നനയ്ക്കാൻ ഇന്നൊരു തുള്ളി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് നിന്നെ പറഞ്ഞു പറ്റിച്ച് പണിയും തന്ന് വിട്ടതാ കുപ്പി എടുക്കാൻ. മനസ്സിലായടാ മണ്ട? ഇപ്പൊ മനസ്സിലായി. ഓ, ആദ്യം ഈ തെറിവിളി ഒന്ന് നിർത്തി ഞാൻ പറയുന്നതെന്ന് കേക്ക്. നിന്നോട് ആരാ പറഞ്ഞ കറക്റ്റ് ക്യാമറയുടെ മുന്നിൽ തന്നെ കൊണ്ടിട്ട് അവനെ തല്ല? ഞാൻ കറക്റ്റ് ആയിട്ട് സ്കെച്ച് ഇട്ട് തന്നെയല്ലേ? എടാ, ഷൺമുഖനെ വിളിച്ച അയാൾ മുണ്ടുപൊക്കി കാണിക്കും. അയാൾ ഇവിടെ ഇല്ല, ഒളിവില്ല, കോയമ്പത്തൂര്. അയാൾ അപ്പോഴേ പറഞ്ഞ നീറ്റായിരിക്കണമെന്ന്. ഇനി എന്തേലും ചെയ്യണേ നമ്മൾ തന്നെ ചെയ്യണം. ആ കെട്ടിടം ഏതാ? ഇതേതോ തുക്കട ലൈബ്രറിയാ. ഹലോ, അതെ പ്രഹ്ലാദനാണ്. താനേതാ? ആ, ഓ, മെമ്പറെ തല്ലി കൂട്ടിയതൊക്കെ അറിഞ്ഞു. ഇല്ലില്ല, സ്റ്റേഷനിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല. അവന് 2 കിട്ടണം. ഇല്ലില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വക്കീലിനെ ഞാൻ തന്നെ വിളിച്ചോളാം. ശരി. ആരാ? ഞാനാ. എന്താ വേണ്ടേ? അല്ല, ഇത് ലൈബ്രറി അല്ലേ? ഇങ്ങോട്ട് വന്നേ. വഴിതെറ്റി വന്നാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇതേവരെട്ടും ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിയും ഇവിടെ കാലുകുത്തിയിട്ടില്ല. എന്താ വേണ്ടേ? പുസ്തകം വായിക്കാൻ വന്നതാ. നീ ശരിക്കും മാട്ട കോളേജിൽ തന്നെയാണോ? ഐ എം പ്രൗഡ് ഓഫ് യു. ബാ, ഇവിടെ പുസ്തകം വായിക്കണമെങ്കിൽ ആദ്യം മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 300 രൂപ അടയ്ക്കണം. 300 രൂപ അടയ്ക്കണമെങ്കിൽ ആദ്യം ഫോം ഫിൽ ചെയ്യണം. ഫോം ഫിൽ ചെയ്യണമെങ്കിൽ തെളിയുന്ന ഒരു പേന വേണം. അല്ല, എന്റെ സമ്മതവും ഒപ്പും വേണം. ഇങ്ങോട്ട് വാടാ ചാത്താനെ. ഇന്നും കുടുങ്ങിയില്ലേ? കുടുങ്ങാൻ വെച്ചിരുന്ന ലഡു മുണിങ്ങി ഇട്ടുപോയി. ആളപ്പന്നി ഭയങ്കര എലിശല്യം തന്നെ. ആളെന്നായിന്റെ മോൻ എടുത്തോളാം ഞാൻ തന്നെ. ചില എലികള് രാവിലെ തന്നെ വന്നിരുന്ന് പത്രം തിന്നുന്നുണ്ട്. അതിനെയൊക്കെ കൊടുക്കണമെങ്കിൽ പട്ടച്ചാലയത്തിൽ ബനാമർ കലക്കി വെക്കേണ്ടി വരും. 2003 പത്രം ഇത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. ആ ബാക്കിയോ? ബാക്കി എലി തിന്ന്. അത് ശരി, താനിവിടെ എലിയെ വളർത്തുവാണോ? എന്നിട്ട് തിന്നാ പത്രമാണോ ഇട്ട് കൊടുക്കുന്നത്? ആണെങ്കിൽ പട്ടച്ചാലയത്തിന് വേണം. രാവിലെ തന്നെ അടിച്ച് പൂക്കുറ്റിയായിട്ട് എന്റെ ഗ്രന്ഥശാലയിൽ വന്നിരിക്കാൻ എന്ത് ധൈര്യം വന്നോ നിനക്ക്? എടോ, ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ വീട്ടിൽ വെച്ച്, അല്ലാതെ തന്റെ ഗ്രന്ഥശാല വെച്ചിട്ടല്ല. വയറ്റ് കിടക്കുന്ന കള്ളിന് കണക്ക് പറയാൻ പറ്റില്ലടോ. ഓഹാ, പിടിച്ചടാ. നീയേ ഇവിടെ ഇരുന്നൊന്ന് അടിച്ചു നോക്ക്. നിന്റെ പല്ലടിച്ചു വിളിച്ച് പോലീസിനെ പിടിച്ചു കൊടുക്കും ഞാൻ. എടോ, തന്റെ ഈ കപട മദ്യവിരോധ മുഖംമൂടി ഉണ്ടല്ലോ, ഒരു ദിവസം ഞാൻ എന്റെ ചാനൽ വെച്ച് വലിച്ചു കീറും. എടാ, എന്നോട് എന്റെ മാധ്യമസ്ഥാനത്ത് എന്തെങ്കിലും വൈദ്യുണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല തീർക്കണ്ടേ? ധൈര്യം താൻ ചാനൽ ചർച്ച വന്നിരിക്കണോ? ഞാൻ തന്നെ പൊളിച്ചു തരാം. അവനോട്, അവൻ തുപ്പടാച്ചാനോട് എനിക്ക് പ്രതികാരമാണ് പോലും. അത്രയും തരം താഴ്ന്നിട്ടില്ലടോ ഈ പ്രഹ്ലാദൻ. ഞാനും എന്റെ ഗാന്ധിയന്മാരും കൂടി ആ ബിവറേജ് പൂട്ടിക്കാൻ വേണ്ടി സത്യാഗ്രഹം കിടന്നപ്പോ നീ എന്നാണ് അതിന്റെ ചാനലിൽ കയറി വിളിച്ചു പറഞ്ഞത്? വികസന വിരോധികളായ കളവന്മാർ നാടിനാവത്തുന്നോ? ആ, നിന്നോട് എനിക്ക് പ്രതികാരം ഉണ്ടായിരുന്നു. നീ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നടാ. എന്തിനാടോ കരയണേ? ഇതെനിക്ക് ശ്രീധരൻ കിട്ടിയ ലൈബ്രറി ഒന്നല്ലോ. ഇതേ ട്രസ്റ്റിന്റെ പേര് ലൈബ്രറിയാ. ഇവിടെ ആർക്ക് വേണം വന്നിരിക്കാം. ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയാണോ ഈ ആനപ്പിണ്ടത്തെ? അന്ന് നീ ബാക്കി പത്രം പോയി ആനയെടുത്ത് നോക്കിടാ പിണ്ടമൺ. ആരാ? എന്ത് വേണം? ആരാ? ക്യാമറ. ക്യാമറ? എന്താ ക്യാമറമാനാ? അതെ, ക്യാമറമാനാ. എന്താ വേണ്ടേ? അതൊരു സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ ഈ ലൈബ്രറി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നു. സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പുള്ള കണസോണസ് അല്ലേ? അതെ. ഇല്ല, അതിവിടെ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, റീപ്പൊക്കോ ഫില്ലിയടാ. തനിക്ക് ഇനി എന്താ വേണ്ടേ? നല്ല ഫോട്ടോ. ആ, എൻ്റെ കൊച്ചുമോനാ, മിടുക്കനാ, സ്കൂളിൽ നിന്ന് കൊടുത്തതാ. അതവിടെ വെച്ചേ. അപ്പൊ ഇനി നടക്കത്തില്ലല്ലേ? ഇല്ല, നടക്കില്ല. ഞാൻ അവരെ വല്ല ബീച്ച് വല്ലതും കൊണ്ടുപോകണം. കാശ് എടുത്തില്ലായിരുന്നു. ATM പോയി പൈസ എടുത്തിട്ട് വരാവേ. അന്നൊരു 500 രൂപ എടുത്തു. നമുക്ക് ഗോൾഡൻ മെമ്പർഷിപ്പ് ആക്കാം. അപേക്ഷകന്റെ പേര്, രക്ഷിതാവിന്റെ പേര്, ഇപ്പോഴത്തെ മേൽവിലാസം, ലിംഗം, ഇതൊക്കെ എഴുതി കൊടുത്താൽ ഫോട്ടോ കിട്ടൂ. ബുക്ക് കിട്ടും. ഇത് മെമ്പർഷിപ്പിനുള്ള ഫോമാ. എന്ത് മെമ്പർഷിപ്പ്? ലൈബ്രറിയില്ലേ? എടാ, നിന്നെ പുസ്തകം വായിക്കാനാണോ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? നീ അവളോട് കാര്യം ഒന്നും സംസാരിച്ചില്ലേ? സംസാരിച്ചില്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല. സംസാരിക്കാൻ പറ്റണ്ടേ? ചോദിക്കാൻ എനിക്കൊരു പേടി. തന്നില്ലല്ലോ. ഇവനെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. Because of his weight loss now, Krishna Chandra is really like looking like this bacha and like a student. I'm just saying. Good transformation. ഞാൻ തന്നെ ചോദിച്ചാൽ അയാൾ ആളെങ്ങനെ? അതിന്റെ മക്കളെ ആരുടെ പണി കാണിച്ചത്? എടാ, ആരെന്നെ CCTV കട്ടോട്ട് പോയത്?
ഫൂട്ടേജ് ചോദിക്കാൻ പറ്റിയ സമയം. കണ്ടവന്മാരൊക്കെ തലയിൽ പൊളിക്കാനും CCTV അടിച്ചോണ്ട് പോകാനും എന്റെ ഗ്രന്ഥശാല മാത്രമേ കിട്ടിയോളോ. CCTV ഒക്കെ ഫുൾ ഫോം എന്താണെന്നറിയാടോ നിനക്കൊക്കെ? ഇയാളിത് ആരെയും തെറി വിളിക്കുന്നത്? ഇവിടുന്ന് ഒറ്റ മനുഷ്യൻ. നിന്റെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് ഞാൻ ഇവിടെ പിടിപ്പിച്ചത്. അതും കട്ടോണ്ട് പോയി. ആരാണെങ്കിലും ഓർത്തോ, വെച്ചേക്കില്ലടോ ഞാൻ. അന്യല്ലടോ അടിച്ചോണ്ട് പോയവനെ. അടിച്ചോണ്ടോ? ഏതാണ്ട് അടിച്ചേ? യുവറേജിലേക്ക് ആയിരുന്നില്ലേ? ചെല്ലി അവിടെ എങ്ങനെ അടിച്ച് പൂക്കുറ്റിയിട്ട് കിടക്ക്. ഞാനൊന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്തോട്ടെ. ചെല്ലി പോ. ഭ്രാന്തന്മാര്. ആ ബ്യൂറേജ് എന്ന് വന്നോ അന്ന് തുടങ്ങിയ ശല്യ. നീ ഫൂട്ടേജ് ചോദിച്ചാൽ കൊണ്ട് ചെല്ല്. ചിലപ്പോ ഈ CCTV തലയിലാവും. ഏതവനാണ് ഇത് അടിച്ചോണ്ട് പോയത്? ക്യാമറ ഞാൻ ആദ്യം തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. മെമ്മറി കാർഡ് പോയിട്ടൊരു പുളുങ്കുരു പോലും ഇല്ല. ഫൂട്ടേജ് എവിടാന്ന് വെച്ചാൽ അതാ ലൈബ്രറി കാണും. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. ഫൂട്ടേജ് കളയണം, അല്ലാതെ ഇപ്പൊ എന്തോ ചെയ്യാനാ? കളയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കളയാനാ? ഞാൻ എന്താ ഹാക്ക് ചെയ്യാണ്? എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷേ എന്ത് പ്ലാൻ? അകത്ത് CCTV കോപ്പൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, പറ്റിയൊരു അവസരം നോക്കി പണിഞ്ഞു കഴിഞ്ഞാൽ ഫൂട്ടേജ് നമ്മുടെ കയ്യിൽ. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ എൻ്റെ വേറൊരു പ്ലാനുണ്ട്. ഓടാവില്ലേ അവന്റെ അമ്മൂമ്മയുടെ ഒരു പ്ലാൻ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പറ. എനിക്ക് വീട്ടുകാരുടെ ഫിസിക്കൽ ടോർച്ചറും മെന്റൽ ടോർച്ചറും ഒക്കെ സഹിച്ചാൽ മതി. ഞാൻ കുഞ്ഞല്ലേ, അതുപോലെയാണോ ചേട്ടൻ? ആ ഫൂട്ടേജ് എങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇൻഫ്ലുവൻസേഴ്സിന്റെ കഥയ്ക്കൊക്കെ നല്ല മാർക്കറ്റാ. ചാനലുകാരും ട്രോളുകാരൊക്കെ എടുത്ത് കൊടുക്കും. അവസരം ഫേമസ് ആവാം. ഇതങ്ങനെ കേസായി കഴിഞ്ഞാൽ ഷൺമൂന്റെ ആൾക്കാരുടെ കൂടെ അകത്ത് പോയി കിടന്ന് ഉണ്ടയും തിന്നേണ്ടി വരും. മനോജ് അവരൊക്കെ മാറ്റി അങ്ങോട്ട്. ഇനി കൺസെഷൻ കാണും. ഞാൻ സ്റ്റുഡന്റ് അല്ലേ. കൺസെഷനാ? ഇതെന്താടാ ബസ്സാ? വേറെ ജയിലായിരിക്കും ഒന്ന്. UK പോകാനൊക്കെ ഇരിക്കുമല്ലേ, അവസാനം UK പോക്കൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. എടാ ഇത് വല്ലതും നടക്കും? അവന്മാർക്ക് എന്നെ മനസ്സിലായാലോ? ആ കിളവനൊന്നും ലാൻഡ് ലൈനിൽ നിന്ന് മൊബൈൽ ഫോണിലോട്ട് പോലും വന്നിട്ടില്ല. ചേട്ടനൊന്നും മനസ്സിലാക്കാൻ ഒരു സാധ്യതയില്ല. So are you saying all the commotion is gonna happen in the library? Huh? Is that it? വീട്ടിലും നാട്ടിലോട്ടൊക്കെ എന്തൊക്കെ പോക്കറ്റുകൾ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പോക്കറ്റ് ഉണ്ടോ? എന്താ കാര്യം? എന്താ? അതല്ലേ നമ്മുടെ സിങ്ക്. കൊട്ടയ്ക്ക് ഞാൻ കൂടെ ഉണ്ടാവും, പോരെ? നിങ്ങൾ ഒന്നുമില്ല, ഒരു ടെക്കിയല്ലേ. അവിടെ കയറിയ ഫൂട്ടേജ് കളയാൻ നിങ്ങൾക്ക് 5 മിനിറ്റെങ്കിലും വേണം. 10 മിനിറ്റ്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. വേറെ ഒന്നും ആലോചിക്കണ്ട. നമ്മുടെ കയ്യിലില്ലാത്ത ഒന്നേ ഉള്ളു, എന്താ? സമയം. That was a good shot. Oh, അതിന് CCTV കേട്ടാൽ ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞില്ലല്ലോ. താനെന്താ ഗണിച്ചെറിഞ്ഞു വന്നാ? ആ സാറ് വിളിച്ചു പറയേണ്ട കാര്യമില്ല സാർ, ഞങ്ങളോട് സൂസി പറഞ്ഞോളൂ. സൂസിയാ? അത് ഞങ്ങളുടെ സെക്യൂരിറ്റി AI ആണ് സാർ. ഏയ്യോ? AIUU അല്ല സാർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, സൂസി. അയ്യോ. അതെ സാർ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൂസി അത് നെറ്റ്വർക്കിനോട് പറയും, നെറ്റ്വർക്ക് സാറ്റലൈറ്റിനോട് പറയും, സാറ്റലൈറ്റ് അത് ഞങ്ങളോട് പറയും. എങ്കിൽ പിന്നെ കറക്റ്റ് സമയത്ത് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അടിച്ചോണ്ട് പോയാൽ ഞാൻ തന്നെ ഒടിച്ചിട്ട് പിടിക്കുമായിരുന്നല്ല. അതെങ്ങനെയാ? ആ പേരും പറഞ്ഞ് കാശ് പിടുങ്ങാൻ പറ്റില്ലല്ലോ. അങ്കിൾ ക്യാഷ് അപ്രോഡ് ഫില്ല് ചെയ്തു. സാറേ പൈസ ഒന്നും തരണ്ട, ഫ്രീയാ. സാറിന്റെ വാറന്റി പ്ലസ് സൂസിയുടെ ബർത്ത്ഡേ ഓഫറോടെ ചേർത്ത് ഫ്രീ സർവീസ്, ഒരു പൈസ തരണ്ട. അത് കൊള്ളാല. ഇങ്ങനെയാണെങ്കിൽ നന്നാക്കിക്കോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ കള്ളുടിയന്മാർ നല്ല ശല്യമുള്ളതാ. ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളൂല. താൻ എന്ത് നോക്കിക്ക, പോയി ഫ്രീ ആയിട്ട് നന്നാക്കടോ. ശരി സാർ. എന്തൊരു ആത്മാർത്ഥ. എടോ CCTV പുറത്തല്ലേ കേടേക്കുന്നത്, താൻ ഇവിടെ കയറി എന്ത് കാണിക്കുക? സാർ ക്യാമറ മാറ്റുന്നതിന് മുന്നേ ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ കമ്പനി നമുക്ക് അപ്രൂവൽ വരും. അപ്പൊ കമ്പനി നാളെ വിടും ക്യാമറ മാറ്റാൻ. നീ സ്ക്രൂ പിടിപ്പിക്കാനും വേറെ ആള് വരൂ? വരുത്താ സാർ, അതാ നമ്മുടെ കമ്പനിയുടെ പോളിസി. എനിക്ക് ഈ കിടുത്താപ്പിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ലേ. എന്റെ കൊച്ചുമോനെ പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞിരുന്നു. അതെന്താ? പൊടിയാ സാർ, പൊടി. അങ്കിൾ ഒരു ഡൗട്ട്, ഒന്നുമില്ല. എന്താ സാർ എന്തായിരുന്നു? എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലേ? എന്നിട്ടാണ് ഈ പുസ്തകം വായിക്കാൻ വന്നേക്കണേ. അല്ല അതറിയാം, എനിക്കിത് മനസ്സിലായില്ല. എന്താ ഇപ്പോഴത്തെ പൂർണ്ണവിലാസം? നീ ഇപ്പൊ എവിടെയാണോ നിക്കുന്ന അതിന്റെ പൂർണ്ണവിലാസം. അരി ഏതാ മുരളി ഏതാന്ന് അറിയാത്തവന്മാരാ അരി മുരളീരം പാടാൻ വന്നേക്കണത്. സാർ എനിക്കൊരു ഡൗട്ട്, ഒന്നിങ്ങി വരൂ. എന്താണ് മുരളി? സാർ ഇതിന്റെ യൂസർ നെയിം പാസ്വേഡും വേണം. എടുത്തോ. അല്ല സാർ, ഇവിടെ CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് സാറിന് ഒരു യൂസർ നെയിം പാസ്വേഡും തന്നിരുന്നു, അതെനിക്ക് തരണം. സാർ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളാം. അറിയാൻ പറഞ്ഞ എങ്ങനെ? ഞാനത് കാണാപ്പാടൊന്നും പഠിച്ചു വെച്ചിട്ടില്ല. എന്റെ രജിസ്റ്ററിലുണ്ട്. സാർ രജിസ്റ്റർ എവിടാ? രജിസ്റ്റർ കാണാനില്ല. അതല്ല നീ വന്നപ്പോ തൊട്ട് ഞാൻ തപ്പിക്കൊണ്ടിരുന്നേ. ഇവിടെ എവിടെയോ ഉണ്ട്. എവിടെ കൊണ്ടുപോയി കളഞ്ഞത്? സൂക്ഷിക്കണ്ട ഇതൊക്കെ. സാറേ, ഞാൻ രാവിലെ തൊട്ട് വന്നപ്പോ കയ്യിരുന്ന രജിസ്റ്റർ ആണോ? ആ, മോൻ കണ്ടായിരുന്ന? ഇല്ല, കണ്ടുപിടിക്കാം.
വാ സഹായിക്കാം. ഇങ്ങനെ പെണങ്ങല്ലേ, ഞാൻ കണ്ടുപിടിച്ചു തരാം. Oh God. കൊട്ടക്കണക്കിന് രജിസ്റ്ററുകള് ഇതുവല്ലോ ആണോ? അതൊന്നുമല്ല, അതൊക്കെ വേറെ രജിസ്റ്ററാ. അവിടെയൊക്കെ ഞാൻ തപ്പിയതാ. I'm sure it's with Kiran. Oh. Who is he now? Well, I mean, which character? Oh, he's also police? Oh, it's CCTV. ഹലോ, മെമ്പറെ തല്ലിയ കേസാണോ? ആ തന്റെ ലൈബ്രറിയുടെ മുമ്പിൽ വെച്ചാൽ അടി കിടന്ന് CCTV വല്ലതും പതിഞ്ഞിട്ടില്ലെന്ന് അറിയണം. ആ CCTV ഒക്കെ അടിച്ചു പോയി. അടിച്ചു പോയാ? അപ്പൊ വീഡിയോയാ? പഴം പുഴുങ്ങിയ പോലെ നിനക്കത് പറഞ്ഞു കൊടുറോ. എന്താ താനല്ല, ബാക്കില് CCTV നന്നാക്കാൻ വന്ന മെക്കാനിക്കാ. എടാ, ഇവിടെ ഒരു 10-10 ഒരു അടി കിടന്നുണ്ടായിരുന്നില്ലേ? ആ തല്ലിയന്മാരുടെ അമ്മമാര് വന്ന വണ്ടിയുടെ വല്ലതും പതിഞ്ഞിട്ടുണ്ടെന്ന് നോക്കിട്ട് പറ. അതിനെന്തിനാ CCTV നോക്കണേ? ഷൺമുഖന്റെ ആൾക്കാരെ തല്ലിയേക്കണേ നാട്ടിലെ പച്ച പുൽച്ചാടിക്കോരെ അറിയാം. അതെന്താന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ നോക്കിട്ട് വേടാ. അത് നോക്കാൻ പറ്റത്തില്ല സാർ. അതെന്താ? അതിന് യൂസർ നെയിം പാസ്വേഡും വേണം. അത് മറക്കാതിരിക്കാൻ വേണ്ടി ഈ സാർ എവിടെയോ എഴുതി വെച്ച്, എന്നിട്ട് എവിടെയോ കൊണ്ടുവച്ച്, എന്നിട്ട് അതും മറന്നുപോയി. അതില്ല, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല സാർ. അതെവിടോ? രാവിലെ തന്നെ ഈ CCTV തല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇവിടെ എവിടെയോ വെച്ച്, ഇവിടെ എവിടെയെങ്കിലും കാണും. കുന്തമണി കഥ പോയി നോക്കിട്ട് വേടോ, സമയമില്ല. CCTV വെച്ചതിനെ ശല്യം ഒഴിവാക്കാൻ ഇത് വലിയ ശല്യമായാലും ഇപ്പൊ. നീ എവിടെ പോണ്? ഞാൻ കമ്പനി ചെന്ന് വിവരം അറിയിക്കട്ടെ, എന്നിട്ട് MD ഡയറക്റ്റ് പറഞ്ഞു വിടാം. എടാതെ, യൂസർ നെയിമും പാസ്വേഡും ഒന്നും ഇല്ലാതെ വീഡിയോ കിട്ടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? സാർ ഇനി കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്യാതെ ഒന്നും നടക്കത്തില്ല. എത്ര സമയം എടുക്കും? ഒരു 2-3 ദിവസം എടുക്കുമായിരിക്കും. 3 ദിവസവും? ആ, എന്നല്ലേ നീ കമ്പ്യൂട്ടറും കിടുതാപ്പൊക്കെ എടുത്ത് വണ്ടി കയറി, നമുക്ക് സ്റ്റേഷനിൽ പോയി നോക്കാം. ബാ എടുക്ക്. അയ്യോ അത് പറ്റില്ല. അല്ല, കണക്ഷൻ വിട്ടു പോയി കഴിഞ്ഞാൽ എല്ലാം പോയി സാറ്റലൈറ്റ് ഇരിക്കും അല്ലേ? ആ പിന്നെ സാറ്റലൈറ്റിൽ താഴെ വരാൻ ഇനി ഒരാഴ്ചയും കൂടി എടുക്കും. മോൻ ഇതൊക്കെ എങ്ങനെ അറിയാം? മോൻ എന്തോ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. മിടുക്കൻ. പക്ഷെ അവനെ മലയാളത്തിൽ ഫോം ഫിൽ ചെയ്യാൻ അറിഞ്ഞൂടാ. ഇയാളെ കൊണ്ട് ഒന്നും കൂട്ടിയാൽ കൂടും തോന്നണില്ല. നീ പോയെന്ന് ഉത്സാഹിച്ച് സാധനം കണ്ടുപിടിച്ചു തന്നടാ. ഓ മോനോട് തപ്പിയ പെട്ടെന്ന് കിട്ടും. എനിക്ക് ക്ലാസ് ചേട്ടാ, നിങ്ങൾ എന്തിനുള്ള നിങ്ങൾ നോക്കുന്നു കൊന്നോളാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് കേക്ക്. പറഞ്ഞ കേട്ടെ വെച്ചിട്ട് മുങ്ങാൻ നോക്കിയോണ്ടല്ലോ. നമ്മൾ ആരെങ്കിലും ഒരാൾ പുറത്ത് വേണ്ട, വീട്ടുകാരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ ഉപ്പമാരില്ലേ കാശെറിഞ്ഞാലും രക്ഷപ്പെടുത്തി. വാ എന്നാ പിന്നെ നിനക്ക് നിന്റെ അപ്പനെ വിളിച്ചാൽ പോരായിരുന്നോടാ കുപ്പി എടുക്കാൻ? ഇനിയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇറങ്ങി ഓടാൻ നോക്കാം. അങ്ങനൊന്നും ഇറങ്ങി ഓടാനൊക്കെ ഇല്ല. ആ പോലീസുകാരൻ എന്നെ ശരിക്കും കണ്ടതാ. CCTV ഫുട്ടേജ് എടുത്ത് നോക്കിയാൽ നിന്നെ പൊക്കും. എനിക്ക് ആ രജിസ്റ്റർ കണ്ട അറിയത്തില്ലേ? ആ അറിയാം. എന്നാ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കേ. കണ്ടുപിടിച്ചാ കണ്ടുപിടിക്കടാ. ആ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച ഉടനെ പറയണേ. എന്നോടല്ല, പോലീസുകാരനോട്. എന്തേ? I can't with this wig. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉപയോഗകരമായ ഒരു വൈറ്റൽ ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുണ്ട്. എന്ത്? കാലത്ത് മെമ്പറെ തല്ലിയത് ആരാന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ആരാ? ഷൺമുഖന്റെ ആൾക്കാരാ. Everybody knows that. പക്ഷെ ഷൺമുഖൻ ഒളിവിലല്ലേ? അപ്പൊ അയാൾക്ക് വേണ്ടി ആ കൃത്യം നിർവഹിച്ചത് മറ്റൊരാളാ. സൗകര്യമില്ല. ഞാൻ നല്ല തിരക്കില്ല, ബിസിയാ. സമയമില്ലെന്ന് വിളിയിടൂ. Planting it out. പ്രഹ്ലാദൻ. ഇയാളാ? ചേട്ടാ, വേറെ ആരുടെയും കയ്യിൽ കിട്ടുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക. എന്തിന്? അതിപ്പോ വെറും രജിസ്റ്റർ അല്ല, നമ്മുടെ രജിസ്റ്റർ നമ്പർ ജയിലിലോട്ടുള്ള. അവസാനം നമ്മൾ തന്നെ നമ്മുടെ ഫൂട്ടേജ് എടുത്ത് കൊടുക്കേണ്ടി വരും. അത് വേണം. അതാ പറഞ്ഞ അത് എങ്ങനെയും അത് കണ്ടുപിടിച്ച് തപ്പി പൂഴ്ത്താൻ. അവസാനം ആ സാധനം കിട്ടാതാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തേലും പറഞ്ഞു മുങ്ങാം. ഭാഗ്യത്തിന് ആ പോലീസുകാരന് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. നീ തപ്പിക്കാം.
ഈ രജിസ്റ്റർ കണ്ടോ? നീ എന്താ ആലോചിച്ചിരിക്കും? ഈ രജിസ്റ്റർ ഇവിടെ എവിടെയോ ഉണ്ട്. ഞാനത് വാ നോക്കാം. ചേടാ അതുവരല്ലേ ഞാനും പറഞ്ഞത്. ചേട്ടനായി പോയി. ഇയാളും ബീവറേജ് പൂട്ടിക്കാൻ നടക്കാണല്ലോ. ഇയാളും ഷൺമുഖൻ തമ്മിൽ എന്തോ ബന്ധമുണ്ടോന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഈ ഫൂട്ടേജ് ഇല്ല, പാസ്വേഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ കളിച്ച് സാറിന് വെറും ഉണ്ണാക്കനാക്കിക്കൊണ്ടിരിക്കുകയാണ് സാറേ. ഇയാളെ ചുമരെ ചേർത്ത് പിടിച്ചൊരു 3 എണ്ണം പൊട്ടിക്കും. ഫൂട്ടേജൊക്കെ ഷർന്ന് പറഞ്ഞ് പുറത്തോട്ട് വരും. തനിക്ക് എന്താടോ വേണ്ടത്? എനിക്ക് വേണ്ടത് സാറിന് വേണ്ട സാധനം തന്നെയാ, ഫുട്ടേജ്. അതിനുവേണ്ടി രാവിലെ തൊട്ട് ഞാനും പത്രം കുത്തി പിടിച്ച് ഇവിടെ ഇരിക്കണേ. അല്ലാതെ ഇത്രയും വലിയ ഇൻഫർമേഷൻ സാറിന് വെറുതെ പൊഴുകി തരാൻ എനിക്ക് വല്ല ഭ്രാന്തുമില്ല. ഇതെന്റെ എക്സ്ക്ലൂസീവാ. എക്സ്ക്ലൂസീവാ? താനാരാ? ഐ ആം ചന്ദ്രബാബു, ചീഫ് എഡിറ്റർ, സീനിയർ റിപ്പോർട്ടർ ആൻഡ് പ്രൊപ്പറേറ്റർ ഓഫ് ജെഡി ന്യൂസ്. കേട്ടിട്ടുണ്ടാവും. ആ ഫുട്ടേജൊക്കെ സ്റ്റേഷനിലൊന്ന് വാങ്ങിച്ചു. താനിപ്പോ പടിയാവാൻ നോക്ക്. അജി സാറ് മെമ്പറുടെ മൊഴി എടുക്കാൻ വേണ്ടി ആശുപത്രി പോയതായിരിക്കും ചിലപ്പോ സാറിനെ പറഞ്ഞു വിട്ടത്. അജി സാറാണ് എനിക്ക് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഫുട്ടേജ് എനിക്ക് എന്റെ വീട്ടിൽ കിട്ടിയാന്. പിന്നെ എന്നോട് എന്റെ മാധ്യമ സ്ഥാപനത്തോട് സഹകരിച്ചു പോകുന്ന ഒരുപാട് പോലീസ് അതുകൊണ്ട് അവർക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. സാറിനും ഗുണമുണ്ടാവും. അത് സാമൂഹ്യപരമായിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല സാമ്പത്തികപരമായിട്ടാണെങ്കിൽ കോപ്പെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങിയാലുണ്ടല്ലോ, കട്ടിച്ച് നിന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും. പോടാ നീ. The attitude is still not gone. ഹലോ ഹലോ, വിളിച്ചായിരുന്നോ? എന്തായി? Oh, he's Shanmugan's gang member. Oh, dressed as police. ആരുമില്ല, പ്രശ്നമൊന്നുമില്ലെന്ന്. ന്യൂസ് ചാനൽ വരേണ്ടി ഇതിന്റെ അകത്ത്. ഞാൻ പറഞ്ഞു നിന്നോട് അകത്ത് കയറാൻ. നിന്റെ ഐഡിയ അല്ലായിരുന്നോ? എടാ, അയാളൊന്നും വലിയ ശല്യമില്ല. നീ പോയ കാര്യം എന്തായാലും നോക്ക്. എടാ പന്ന മണ്ടാ. ഇതിനു വേണ്ടി തന്നെയാണ് ഈ ന്യൂസ് ചാനലുകാരൻ ഇവിടെ കുത്തിരിക്കണത്. അയ്യോ, വണ്ടി നിർത്താനാ പറഞ്ഞ, മുന്നിൽ നിർത്താനല്ല. അവൻ അറിഞ്ഞൂടെ ഈ ചന്ദ്രബാബുവിനെ? പോലീസുകാരനല്ലേ, എൻ്റെ കൈ കിട്ടും. നാശിപ്പിച്ചാളെ ഞാൻ. ഈ തെണ്ടിയുടെ പേരെന്തായിരുന്നു? ആ, പേരെന്തല്ല ആവട്ടെ, ഒരു ഫോട്ടോ എടുത്ത് വെക്കാം. പേര് പിന്നെ ഇഷ്ടമുള്ള ഇടാലോ. The phone is... എൻ്റെ ഫോൺ എന്ത് ചെയ്യേ? എലിപ്പെട്ടി അല്ല, രജിസ്റ്റർ. Oh, okay. ചേട്ടോ, എന്താ രജിസ്റ്റർ? എന്താ ഇവിടെ ശബ്ദം? ബുക്ക് താഴെ വീണേണെങ്കിൽ കിട്ടിയാ? സാർ, ബൈ ദ ബൈ, ഈ രജിസ്റ്റർ കണ്ടാൽ എങ്ങനെ ഇരിക്കും? നല്ല സമാധാനായിരിക്കും. അതല്ല സാർ, ഡിക്ഷണറി പോലെ ഇരിക്കുവോ, ഡയറി പോലെ ഇരിക്കുവോ, അതോ കൊച്ചു പുസ്തകം പോലെ ഇരിക്കുവോ? അല്ല, പച്ച രജിസ്റ്റർ. പച്ചയായിരുന്നു? എന്റെ മനസ്സിൽ മഞ്ഞായിരുന്നല്ലോ സാറേ. പച്ച ആണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്. എവിടെ? അവിടെ ഞാൻ 2 എണ്ണം നേരത്തെ പൊക്കി കാണിച്ചില്ലേ രജിസ്റ്റർ, അവിടെ. അതൊക്കെ നീലയും ചുമപ്പും അല്ലേ? അല്ല സാർ, അവിടെ പച്ച ഉണ്ട് സാർ. എടാ, ഞാൻ അവിടെ നോക്കി. ഉണ്ട് സാർ. ചിലപ്പോൾ സാറിന് ടെൻഷൻ കാരണം കാണാതായി പോയതായിരിക്കും. ടെൻഷൻ കയറി കഴിഞ്ഞാൽ കാഴ്ച പോവോ? പോകും സാർ. കഴിഞ്ഞ ആഴ്ചത്തെ എൻസൈക്ലോപീഡിയയിലുണ്ടായിരുന്നു. ആണോ? ഞാൻ നോക്കിയിട്ട് വരാം. അതെ, നേരത്തെ മനസ്സിൽ കണ്ട മഞ്ഞ രജിസ്റ്റർ ഇല്ലേ, അത് കിട്ടിയാൽ തരണം. എന്തിനാ സാർ? അത് ഇതേപോലെ പണ്ട് കാണാതെ പോയതാ, കരയോത്തിന്റെ ആണേ. ഞാൻ നോക്കിയിട്ട് വരാം. എന്താ ഇത് വല്ല നടക്കുന്ന കാര്യമാണ്? ഒരു റൂട്ടിൽ തന്നെ 2 സ്കെച്ച്. ഇത് കുടുങ്ങും ചിലപ്പോ. കമ്പ്യൂട്ടറും കോപ്പും ഒക്കെ വലിച്ചു പറിച്ചോണ്ട് വാടാ. പറിച്ചെടുത്തിട്ട് വരാൻ ഇതെന്താ CCTV ആണെന്ന് വിചാരിച്ചു നീ? എടാ, അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി സാറ്റലൈറ്റ് പോയി കിടക്കൂടാ. സാറ്റലൈറ്റാ? ഈ പട്ടിക്കാട്ടിലാ? എന്റെ പൊന്നളിയാ, ഞാൻ നിന്നോട് അപ്പോഴേ പറയാൻ, ഈ CCTV കമ്പ്യൂട്ടറും ഒന്നും നമുക്ക് അറിയാൻ വയ്യാത്ത പരിപാടിയാ, നടക്കൂല, കൈ നിൽക്കൂലെന്ന്. അതാ പറഞ്ഞ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാന്ന്. ആ കിണവനെ വരച്ച് വരെ നിർത്താം.
അപ്പം ഞാനിനി എന്താ ചെയ്യേണ്ടത് നീ പറ. നീ ഒന്നും ചെയ്യണ്ട, പോലീസ് എപ്പോ ഉള്ളു അവിടെ എത്താം. നീ നൈസായിട്ട് അവിടെ നിന്ന് വിട്ടു, ഇത് ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോണേ. ആ ഇത് വല്ല നടക്കൂ? വേണം നടത്താൻ എനിക്കറിയാം. വണ്ടി കയറാം. Let's go. ചേടാ, ഇതിലേത് ഈ പച്ച രജിസ്റ്റർ? ആ പൊട്ടക്കണ്ണനോട് ഞാൻ പറഞ്ഞ ഇവിടെ ഞാൻ ഇതാണ്. ഇതാരീ ബാഗ് കൊണ്ടുവച്ചേ? വൈബ്രേഷനുള്ള കുപ്പിയാ? ഹലോ, രജിസ്റ്റർ I love all the suspense that is going on. I love it. Now what's gonna happen? സോറി, അറിയാതെ കയ്യിൽ വീണ് പൊട്ടിയതാണ്. ഇതിന് പകരമായിട്ട് 1 or 2 കുപ്പി മേടിച്ചാൽ ഈ JD ന്യൂസിന് കഴിയും. പക്ഷെ അതല്ല പ്രശ്നം, ഒരു എലി ഇവിടെ ഓടി നടപ്പുണ്ട്, അതാണ് പ്രശ്നം. നോക്കി കഥ പിടിച്ച് അകത്തിട് സാറേ ഇവന്. എടോ, ഇവൻ തനിക്ക് വേറെ കുപ്പി മേടിച്ചിരാന്ന് പറഞ്ഞില്ലേ? താൻ എന്തുട്ടാണ് പറയുന്നത്? പുണ്യപുരാതനമായ സ്ഥലമാണിത്. അതാണ് ഇവിടെ കംപ്ലീറ്റ് എലി. തനിക്ക് ഇവിടെ തൂത്തുടച്ചിട്ടുണ്ടോ? സാറ് ഈ കുപ്പി വീട് പൊട്ടിയെന്ന് അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. നീ പൊട്ടരെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വകുപ്പില്ലെന്നാ? പരസ്യമായി ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയും മദ്യവിരോധിയായ എന്റെ സ്ഥാപനത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി താൻ മനഃപൂർവ്വം ഇവിടെ ഒരു കുപ്പിയിട്ട് പൊട്ടിച്ചു. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? പോടാ. അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്. അതിനിവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. തന്നെ നാട്ടിക്കാൻ ഞാൻ ഇവിടെ കയ്യിലെ കാശ് കൊടുത്ത് കുപ്പി വാങ്ങി ഇവിടെ ഇട്ട് പൊട്ടിക്കണേ. ഈ കുപ്പി വാങ്ങി പൊട്ടിച്ച് എണ്ണ അടിച്ച് എന്റെ ചാനലിൽ കയറി 4 നല്ല വർത്താനം പറഞ്ഞാൽ പോരെ തന്നെ നാട്ടിക്കാൻ. സാറേ, ഈ കുപ്പി എന്റെ അല്ല, എനിക്ക് ബാഗ് കിട്ടിയതാ. എടാ, നീ എങ്ങനെയും പോയി ഡീൽ ചെയ്യാനാ? എടാ, കുപ്പി നിന്റെ അല്ലെന്ന് പറ, എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കില്ലേ? ഇപ്പൊ പോലീസുകാരനൊക്കെ എവിടെ? ഈ ഗ്യാപ്പിൽ ഞാൻ പോയി ഫുട്ടേജ് കളയാം. നിന്റെ അപ്പം കൊണ്ടെന്ന് വെച്ചാടാ ബാഗില്. തോന്നിയാസം പറയരുത്. തോന്നിയാസം പറഞ്ഞ എന്ത് ഇവിടെ ചാനലിൽ തണ്ടി പറഞ്ഞു നോക്ക്. അപ്പ കാണിച്ചാടോ പുസ്തകം വിഴുങ്ങി. ഒന്ന് നിർത്തടാ. നിന്റെ ബാഗാണത്? എന്റെ ബാഗല്ല. ആരുടെ ബാഗാണോ? അതാ ചെക്കന്റെ ബാഗല്ലേ? എടാ, ഞാൻ ഒന്നും വലിയൊരു ടെക്കില്ലേ? എനിക്ക് ഫുട്ടേജ് കളയാൻ എത്ര മിനിറ്റ് വേണം? 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് മതി. ഇതല്ല കുഴപ്പമാവും ചേട്ടാ. എടാ, ഒരു കുഴപ്പമാകത്തില്ല. നമ്മൾ രണ്ടുപേരും എന്തൊക്കെ ഉടായ്പ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പൊക്കിട്ടുണ്ടോ? എന്താ കാര്യം? അതല്ല നമ്മൾ തമ്മിലുള്ള സിങ്ക്. ഇതങ്ങനല്ല. എടാ, ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. ഇത് എന്റെ കുപ്പിയാണ്, ഞാൻ ധൈര്യമായിട്ട് സമ്മതിക്കും. എനിക്ക് ഒരുത്തനെയും പേടിയില്ല. എനിക്ക് ഈ ബാഗിൽ നിന്ന് കിട്ടിയതാ. ബാഗിൽ കിണ്ടി പിടിക്കപ്പെടുന്നോ? ഇപ്പൊ കഥ ഇറക്കണ്ടാണ് സാറേ. ഇവനൊക്കെ പിടിച്ച് അകത്തിടണം. ചെറുക്കനെ വിളിടോ. വിളിക്കണോ അവനെ? അയ്യോ, എനിക്ക് പേടിയാ ചേട്ടാ. വന്നടാ, ചോദിക്കട്ടെ. എന്താ അങ്കിൾ, എന്താ ഒരു ബാഡ് സ്മെൽ? എന്താ ഇത്? നിന്റെ ബാഗാണോ? എന്റെ ബാഗ്. അതെ, എന്റെ ബാഗ്. കുപ്പിയാ? ഇതേതാ കുപ്പി? വാട്ടർ ബോട്ടില്. എടാ, ഈ പൊട്ടിക്കിടക്കുന്ന ലിക്കർ ബോട്ടിലേ നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ എനിക്ക്. എന്റെ ബാഗിന്നോ? ആരാ എന്റെ എടുത്ത് വെച്ചേ? അങ്കിൾ, അവൻ തന്നെയാണ് എടുത്തു വെച്ചത്. ഒന്നും അറിയാത്തില്ല കുട്ടി. എടാ, നിന്നെ പറ്റി നിന്റെ കോളേജിനെ പറ്റി നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അത് കോളേജ് ഓഫ് കള്ളുകൂടിയാ, എഫിലേറ്റഡ് ടു വാളുവെപ്പ്. ഇവന്മാരൊക്കെ കള്ളുകൂടിയന്മാരാ. ഇവൻ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. ഇവൻ അങ്ങനത്തെ ഒരു പയ്യനല്ല. ഇവൻ മിടുക്കനാ. അവന് പഠിക്കണം, വായിക്കണം, വളരെ ചിന്തയുള്ളവനാ. അല്ലാതെ നിന്നെ പോലെ കുടിക്കണം, പിടിക്കണം, വാള വെക്കണം എന്നുള്ളവനല്ല. സാറേ, ആ കുപ്പി അവന്റെ തന്നെയാ. വെറുതെ ആ ചെറുക്കന് തലേ കെട്ടി വെക്കാൻ നോക്കുക. അതെന്താടോ തനിക്ക് പെട്ടെന്ന് ചെക്കനോടൊരു ലവ്? ഓ, കസ്റ്റമർ കുടിക്കില്ലായിരിക്കും അല്ലേ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായടോ. സാറേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇയാൾ ഷൺമുഖനും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അപ്പൊ ഇപ്പൊ ഷൺമുഖന് വേണ്ടി പിള്ളേർക്ക് ബ്ലാക്കിന് കുപ്പി എടുത്ത് കൊടുക്കുന്നത് ആരാ? ഇയാള്. അതും ഈ ലൈബ്രറിയുടെ മറവിൽ. എനിക്ക് താഴെ ഒരു മെമ്പർഷിപ്പ്, ഞാനും അടിക്കട്ടെ 2 എണ്ണം. പോകൃതരം പറയരുത്. പറഞ്ഞാ താൻ എന്ത് ചെയ്യോടോ? എന്റെ ലൈബ്രറി കിടന്ന് ഇക്കണ്ട തെണ്ടിത്തരം മൊത്തം കാണിച്ചും കൂടെ അഞ്ഞിട്ട് ഇല്ലാത്ത എന്റെ വ്യക്തിഹത്യ ചെയ്ത് ഇതെല്ലാം കൂടി കൂട്ടി ഞാൻ ഒരു കേസ് അങ്ങോട്ട് തരട്ടെ. ഇവനെ പിടിച്ച് അകത്തിടാൻ പറ്റുമോ സക്കീർ ബാക്ക്? അല്ല സാറിന്
തനിക്ക് വല്ല കേസ് ഉണ്ടെങ്കിൽ താൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് തരണം. ഞാൻ പെന്നെ പേപ്പർ കൊടുത്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് പെട്ടെന്നൊരു കൊലക്കേസ് വിളിക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. താൻ എന്ത് മറ്റൊരുത്ത പോലീസുകാരനാടോ? എന്താടോ പോലീസുകാർ വന്ന് എനിക്ക് പിടിച്ചില്ലേ? നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടേ? നല്ല CCTV നോക്കണം. അത് ശരി, നിങ്ങൾ പോലീസുകാർക്ക് വെറും ഒരു പണിയില്ലേ? ആകെ ഒറ്റ കേസുള്ള അത് അന്വേഷിച്ചല്ലേ ഈ സാറും വന്നേക്കണത്? ഞാൻ ചന്ദ്രബാബു, JD ന്യൂസിന്റെ. അജിതാറിന് അറിയാം, പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതിനെ പറ്റി. അതല്ല, ഇവനാരാ? പോലീസുകാരൻ. പോലീസ് ഏത് സ്റ്റേഷനിലെ? അത് ശരി. ഇയാള് രാവിലെ തൊട്ട് കാക്കി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണ്ടല്ലോ. എന്റെ കൈയൊക്കെ പിടിച്ചു വളച്ചു. ഓഹോ, ഇയാള് പോലീസുകാരനല്ലേ? ആരാടാ നീ? Are they together? Oh. Oh. I initially thought they were part of the gang and probably acting and trying to, help him out, but okay. Those are the real cops. Terminator. Oh. ആംബുലൻസ് വിളിക്കണോ? എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഞാൻ മനഃപൂർവ്വം കുപ്പിട്ട് പൊട്ടിച്ചാടാ പന്നി, നിനക്കൊരു പണി തരാൻ വേണ്ടി. നോക്കട്ടെ. ഹലോ, ആംബുലൻസ് അല്ലേ? മോഹൻദാസ് ലൈബ്രറി. എനിക്ക് ഇവന്റെ ഓവറായിട്ട് കണ്ടപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു ഇവൻ പോലീസാണ്. നോക്കട്ടെ. ചില കൊല്ലി വേലായുധൻ. എന്തോ നോക്കിക്കോ. I love the camera work. Wait! I think we're gonna get another part. Are we? അല്ലെങ്കിൽ കാക്കി പാന്റും ഷൂസ് ഒക്കെ Oh no, I thought it's over. Okay. 5 minutes അല്ലേ? വിചാരിക്കുള്ളൂ. Okay, are we gonna get another part or not? ബോധം വേണോടോ. നിനക്കത് കിട്ടണം. പുള്ളി നേരത്തെ വന്ന് വരട്ടിയപ്പോൾ ഞാനങ്ങ് പേടിച്ച് മുള്ളിപ്പോയി സാർ. ഇതേ കണ്ടോ? അല്ല, എനിക്കൊന്നും അറിയത്തില്ല. ഇവിടെ താൻ പോയ CCTV എല്ലാം കിട്ടിയോ നോക്ക്. ഞാനത് പുലിവല അതിന് അങ്ങോട്ട് ചെല്ലട്ടെ. CCTV. അക്രമം നടന്നത് ഫ്രണ്ടിലല്ലേ? അപ്പൊ നമുക്ക് ക്യാമറ വൺ നോക്കിയാൽ മതി അല്ലേ? ശരിയാ. അവൻ തനിക്കറിയോനാ? ഇവൻ കുറച്ചു മുമ്പ് ഇവിടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്തോട്ടെന്ന് ചോദിച്ചു വന്നിരുന്നു. ഇപ്പൊ മനസ്സിലായി ക്യാമറയുടെ പോയെന്ന്. CCTV. അയാള് പോലീസുകാരൻ. ഇപ്പൊ പ്ലാനിങ് ആയിരുന്നല്ലേ? പക്ഷെ വണ്ടി ഏതാന്ന് കാണാൻ പറ്റുള്ളൂ. വണ്ടിയുടെ നമ്പർ ഇല്ലേ, കണ്ടുപിടിച്ചൂടെ? അത് ഫേക്ക് ആയിരിക്കും. എടോ, ഫ്രണ്ടിൽ വേറെ ക്യാമറ ഉണ്ടോ? ഇല്ല. ബാക്കിൽ കൂടല്ലേ വണ്ടി പോണ? ബാക്കിൽ ക്യാമറ ഉണ്ടല്ലോ. അത് തനിക്കെങ്ങനെ അറിയാം? എന്റെ അടുത്ത് ജോസ് പറഞ്ഞു. അങ്ങനെയല്ലേ ഞാൻ ഇവിടെ എത്തിയത്. എന്റെ അജി കുട്ടാ. ബാക്കിലെ ക്യാമറ ചിലപ്പോൾ പതിഞ്ഞു കാണത്തില്ലായിരിക്കും. അത് വണ്ടി നല്ല സ്പീഡിലല്ലേ പോയത്? ആക്സിലറേഷൻ, വെലോസിറ്റി ബൈ ടൈം. അതുകൊണ്ട് ക്യാമറ പതിയാൻ ടൈം കിട്ടി കാണത്തില്ല. മോൻ എല്ലാം അറിയാലോ. മോൻ എന്തോ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്, സെക്കൻഡ് ലാംഗ്വേജ് ഫിസിക്സ് ആയിരുന്നു. മിടുക്കൻ. ഒന്നും മിണ്ടായില്ലേടാ. നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ നോക്കാം സാറേ. നല്ല പരിചയമുള്ള സ്ഥലം. എടാ അജി അളിയ, എടാ നമ്മുടെ പഴയ സ്പോട്ടടാ, കടവ്. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? ശരിയാണല്ലോ, ഇതെങ്ങനെ ഇന്റെ അകത്ത് വന്നു? ഓ മനസ്സിലായി. എടോ, ഇതാണല്ലോ തന്റെ പരിപാടി. ലൈബ്രറിയുടെ മറവിൽ സീൻ പിടുത്തം. അയ്യോ സാറേ, എനിക്ക് ഈ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എന്റെ കൊച്ചുമോനെ എനിക്കതെല്ലാം പറഞ്ഞു തരാറ്. അവനാണ് ഇതൊക്കെ നോക്കാറ്. തന്റെ കൊച്ചുമോൻ അവിടെ?
അവൻ സ്കൂളില് ശനിയാഴ്ച ഏട്ടാ സ്പെഷ്യൽ ക്ലാസ് എപ്പോ വരും? ഉച്ചക്ക്. നീ എപ്പോ എടുത്ത അവൻ വരുമ്പോഴേ അവനെ കൂടെ സ്റ്റേഷനിലോട്ട് വാ കേട്ടാ. അത് കഴിഞ്ഞ് അന്തിച്ചർച്ചയ്ക്ക് ചാനലിലേക്ക് വരണം. ഇതെന്റെ എക്സ്ക്ലൂസീവാ. അയ്യോ സാറേ Oh God! ഒരു മിനിറ്റ് Saved! സ്റ്റോറി ചന്ദ്ര ബാബു എന്താടോ ഞാൻ ഒന്ന് പറയട്ടാ. ഒന്നും പറയണ്ട, ഒക്കെ ചാനലിൽ പറയാം. അയ്യോ എന്റെ കൊച്ചു Saved by the grandson. ചേട്ടാ നമ്മൾ കുറച്ച് തീ തിന്നുമല്ലേ? തിന്നാ തീറ്റിച്ചു നീ മിണ്ടാതെ അവിടെ കട ഇരുന്നോണം. നമ്മൾ ഈ എല്ലാത്തിനും ഓവർ തിങ്ക് ചെയ്യുന്നതിന്റെ പ്രശ്നമല്ലേ? ഞാനിനി നിന്നെ കുറിച്ച് തിങ്ക് ചെയ്യാനേ പോകുന്നില്ല. എങ്ങനെയായാലും ഈ നാട്ടിൽ നിന്ന് കിടക്കണം, അത് മാത്രമേ ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ. ഞാനും വരുന്നു. നീ എങ്ങോട്ട് വരുന്നു? നാട്ടിലോട്ടല്ലേ, എന്നെ വീട്ടിൽ വിട്ടാൽ മതി. അപ്പൊ കോളേജാ? കോളേജിനോട് പോയി പണി നോക്കാൻ പറ. ഞാൻ ഒരാഴ്ച വീട്ടിൽ അച്ഛന്റെ കാലെ പിടിച്ചൊന്ന് കരഞ്ഞു നോക്കട്ടെ. അതായിരിക്കും നിനക്ക് നല്ലത്. എങ്ങനെയായാലും ഇവിടത്തെ ചെക്ക് പോസ്റ്റ് കിടക്കണം. മറ്റേ കൊച്ചുമോൻ That's the grandson. ലൈബ്രറിയിൽ എങ്ങനെ കൊച്ചുമോൻ നിന്നെയൊക്കെ പോലീസ് പിടിക്കണം. നേരെ കുരിശി കയറാൻ പോയിരുന്നു ബാബു. നമുക്കൊരു താങ്ക്സ് പറഞ്ഞാലോ? എന്തൊരു താങ്ക്സിൽ ഒതുക്കണം. ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുക്കാം. വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ചെയ്യണം. ഒരു ലിഫ്റ്റ് തരുമോ? പിന്നെന്താ ഒരു നുള്ളു കൊടുത്ത് അവന്റെ അപ്പൂപ്പന്റെ നമ്പർ പിടിക്കുക. ഇവനെന്താ ടിക്കറ്റ് എത്തിട്ടുണ്ട് പോകുന്നത്? ഇവിടെ അവന്മാരില്ല ഗുണ്ടകള്. കിഡ്നാപ്പ് വല്ലതും ആണോ? നിനക്കും അങ്ങനെ തോന്നിയോ? ചേസ് ചെയ്താലോ? ഓടാ അവിടെ നിന്ന്. നമ്മളൊന്നും കണ്ടിട്ടും ഇല്ല കേട്ടിട്ടും ഇല്ല. ആണല്ലേ? എല്ലാം കണ്ട്. എന്തുകൊണ്ട്? Damn, my goodness. Whew, that was crazy. I love it because after the heaviness of the web series Portal, I think this is what I needed. This is what I needed. And I think this was this was a surprise drop by Karika as far as I know. This was fun. I loved it. I loved the chaos. I thought there will be some even bigger chaos in the library in the end. I thought that there would be a chase or a fight scene or something like that, which will extend for quite some time. That did not happen, but whatever we got, it was nice. I liked how the entire confusion was, the whole banter of the fake police, the librarian, the two of them, student and his friend, and all of that. That was a lot of fun because they're trying to search the register, then they try to hide it. Then you have Kiran's character as the journalist. So all of this came together really well, and in the end, well, they got saved, but have they been totally saved now? They have another mission to avoid. They have another mission to not execute. They have another mission to avoid. So, as usual, Karika comedy sketches are they just put you in a good mood. For me, I feel Karika is like your friend that always comes through and makes you feel better whenever you want to feel better, and when you feel like I'm feeling a little low, just put on any Karika comedy sketch, you'll feel much better. That's what I think. Those are my opinions. But yes, that was the reaction to Terminator by Karika, and you guys let me know what are your thoughts about this, and I'm gonna sign off now from this video. Hope you guys enjoyed watching this reaction, and I will see you soon from my next one. Bye.